ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SCERTയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടാണ്. നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വേണ്ട കുറച്ച് SCERT പാഠഭാഗങ്ങളാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന മെയിൻ ഫോക്കസ് ആയിട്ടുണ്ടായിരുന്ന ചില പാഠങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലതാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഈ 3 പാഠങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്ന സ്ഥലങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നടന്നത് എവിടെയൊക്കെയാണ്? ഡൽഹി, നവഗാലി, കൽക്കത്ത എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്നത്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്ന സ്ഥലങ്ങളാണ് ഡൽഹി, നവഗാലി, കൽക്കത്ത. 2. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഏത് തരത്തിലുള്ള ഇന്ത്യയെയാകും അവരിവിടെ ഉപേക്ഷിച്ചു പോവുക? ഈ പ്രസ്താവന ആരുടേതാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റേതാണ്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഏത് തരത്തിലുള്ള ഇന്ത്യയെയാകും അവരിവിടെ ഉപേക്ഷിച്ചു പോവുക? ആരാണ് ഈ പ്രസ്താവന പറഞ്ഞത്? രവീന്ദ്രനാഥ് ടാഗോറാണ്. 3. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളയുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം, വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം, ഇതൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികളാണ്. 4. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല എന്നതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല. 5. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വതന്ത്ര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975-ലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. വിക്ഷേപിച്ചത് എപ്പോഴാണ്? 1975-ലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായത് 1969-ലാണ്. ISRO രൂപീകൃതമായത് എപ്പോഴാണ്? 1969-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പയിലാണ്. 6. ചേരുംപടി ചേർക്കുക. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പമേല റൂക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തമസ് ഗോവിന്ദ് നിഹലാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേഘേ ദാക്കദാര ഋത്വിക് ഘട്ടക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗരം ഹവ MS സത്യുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്കസ്, തമസ്, ഗോവിന്ദ് നിഹലാനി, മേഘേ ദാക്കദാര, ഋത്വിക് ഘട്ടക്, ഗരം ഹവ, MS സത്യു, ഇതൊക്കെ സിനിമകളാണ്. 7. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ജുനഗഡ്, ഹൈദരാബാദ്, കശ്മീർ എന്നിവയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ജുനഗഡ്, ഹൈദരാബാദ്, കശ്മീർ. 8ാമത്തെ ചോദ്യം റിപ്പീറ്റ് ആണ്. 9ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? 2ഉം 5ഉമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി. പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി എന്നിവയാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നത്. 10. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രങ്ങളും നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരി? 1, 3, 4 എന്നിവയാണ് ശരി.
ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഭിലായി സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്, റൂർക്കേല ജർമ്മനിയാണ്, ദുർഗാപൂർ ബ്രിട്ടനാണ്. 11 ചേരുംപടി ചേർക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ DS കോത്താരി എന്തിനു വേണ്ടി വന്ന കമ്മിറ്റിയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം കൊടുക്കാൻ വന്ന കമ്മിറ്റിയാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മിറ്റി ഏതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 12 ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, KM പണിക്കർ. 13 ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രസ്താവന 1, 3, 4 എന്നിവയാണ് ശരി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത് ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1951-ലാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് എപ്പോഴാണ്? 1951-ലാണ്. 14 കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. 15 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളിൽ പെടാത്തത് ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളതാണ് പെടാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. 16 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഏതാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. 17 ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? വിദേശ വ്യാപാരം ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, പഞ്ചശീല തത്വങ്ങൾ. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, പഞ്ചശീല തത്വങ്ങൾ. 18 നാട്ടുരാജ്യങ്ങളുടെ ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ഗതാഗതമാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങൾ കൈമാറേണ്ടിയിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നിവയാണ്. 19 സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളിയാണ് VP മേനോൻ. 20 ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആണ് എന്നുള്ളതാണ് തെറ്റ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52-ലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന എപ്പോഴാണ്? 1951-52 കാലഘട്ടങ്ങളിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946-ലാണ്.
ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത് എപ്പോഴാണ്? 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷനാണ്. അപ്പോൾ ഈ എന്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. 21 ചുവടെ നൽകിയിരിക്കുന്നവയെ ശരിയായ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. എന്താണ് ഉത്തരം വരുന്നത്? ആദ്യം വരുന്നത് ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നു. അതാണ് ശരിയായ ഓർഡർ. 22 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? നെഹ്റുവും ചൗവൻലായും ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. 23 ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1961 1961 ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 24 പോണ്ടിച്ചേരി, മാഹി എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954 പോണ്ടിച്ചേരി, മാഹി എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1954. 25 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 26 ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? DS കോത്താരിയാണ്. 27 സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 28 1954 ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാർ ഏതാണ്? താഷ്കന്റ് കരാറാണ്. 1954 ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് താഷ്കന്റ് കരാർ. 29 സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 30 സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സമഗ്ര ശിക്ഷാ അഭിയാനാണ്. സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. 31 കാരയ്ക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954. കാരയ്ക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷമാണ് 1954. 32 ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 33 ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 34 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. 35 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. 36 നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്.
നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. 37. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. 38. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയത് പോറ്റി ശ്രീരാമലു ആണ്. 39. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. 40. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹോമി ജെ ഭാഭ. 41. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി. 42. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. 43 റിപ്പീറ്റ് ആണ്. 44. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 45. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 46. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ഏതാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. 47. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. 48. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2009 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് നിയമം പാസാക്കിയത് 2009. 49. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. 50. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ്. 51. താഴെ തന്നിരിക്കുന്നവ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം 1885 ബംഗാൾ വിഭജനം 1905 കുറിച്യ കലാപം 1812 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? 3, 4, 1, 2 ഓപ്ഷൻ സി ആണ്. 52. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം മാത്രമാണ് ശരിയായ ജോഡി. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. 53. മഹൽവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 2 മാത്രമാണ് ബന്ധപ്പെട്ടത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചെടുത്തിരിക്കുന്ന വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. 54. ചോർച്ച സിദ്ധാന്തം അനുസരിച്ച്
ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെ? ഉത്തരം ഇവയെല്ലാം എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുത്ത നികുതി, ഇതൊക്കെ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതിൻ്റെ കാരണങ്ങളാണ്. 55 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 1, 3, 4 എന്നിവയാണ് ഉത്തരങ്ങൾ. ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടേക്കാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ്. 56 ശരിയായി യോജിപ്പിക്കുക. ഉത്തരം ഏതാണ് വരുന്നത്? 1B, 2A, 3C. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാർ, അവിടെ പിരിക്കുന്നത് സെമീന്ദാർമാരാണ്. റൈറ്റ് വാരി സമ്പ്രദായം കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിക്കുന്നത്. മഹൽവാരി സമ്പ്രദായത്തിൽ ഗ്രാമത്തലവനാണ് നികുതി പിരിക്കുന്നത്. 57 നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം എന്തായിരുന്നു? തന്നിരിക്കുന്ന മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. കർഷക കലാപങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും കുടിയൊഴിപ്പിക്കൽ എന്നിവയാണ് നീലം കർഷകരുടെ കലാപത്തിലും മാപ്പിള കലാപത്തിലും പൊതു സ്വഭാവമായിട്ട് ഉണ്ടായിരുന്നത്. 58 എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ ക്രമീകരിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടത് കഴ്സൺ പ്രഭുവാണ്. മലബാർ മാനുവലുമായി ബന്ധപ്പെട്ടത് വില്യം ലോഗനാണ്. കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടതാണ് രാമനമ്പി. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? 1C, 2D, 3B, 4A. 59 1812 നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം അല്ലാത്തത് ഏതാണ്? വനനിയമങ്ങൾ കർശനമാക്കിയത് അത് കാരണമല്ല. അപ്പോൾ കാരണങ്ങൾ ഏതൊക്കെയാണ്? നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 60 കർഷകർ ഉൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ആയിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് എന്ന് പറഞ്ഞത് ആരാണ്? കെ സുരേഷ് സിംഗ് ആണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് എന്ന് പറഞ്ഞത് കെ സുരേഷ് സിംഗ് ആണ്. 61 19-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? ഗാസി, മുണ്ട, കോൾ എന്നീ കലാപങ്ങളാണ്. ഗാസി, മുണ്ട, കോൾ. 62 ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അല്ലാത്തത് ഏതാണ്? പരുത്തിക്കുണ്ടായ ക്ഷാമം കാരണമല്ല, ബാക്കിയൊക്കെ കാരണങ്ങളാണ്. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങളുടെ വൻതോതിൽ ഉള്ള ഇറക്കുമതി, റെയിൽവേയുടെ വികസനം, ഇന്ത്യൻ തുണിത്തരങ്ങളിൽ ചുമത്തിയ അമിത നികുതി എന്നിവ ഇന്ത്യൻ തുണിത്തരത്തിൻ്റെ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. 63 കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? പ്രസ്താവന 2 മാത്രമാണ് ശരി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. 64 ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉം. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകേണ്ടിയിരുന്നു. ഒരു പ്രദേശത്തെ നികുതി മുഴുവൻ പിരിച്ചിരുന്നത് സമീന്ദാർമാരായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു? സമീന്ദാർമാരായിരുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി ഒടുക്കേണ്ടിയിരുന്നു. 65 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 2 മാത്രമാണ് ശരി. റൈറ്റ് വാരി വ്യവസ്ഥ 1820 കൊണ്ടുവന്നത് തോമസ് മൺട്രോയാണ്. റൈറ്റ് വാരി വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? തോമസ് മൺട്രോയാണ്. എപ്പോഴാണ്? 1820. 66 1857 വിപ്ലവത്തിൽ കാൺപൂരിലെ നേതാവ് ആരായിരുന്നു?
ആരായിരുന്നു? നാനാ സാഹിബായിരുന്നു. കാൺപൂരിലെ നേതാവ് നാനാ സാഹിബായിരുന്നു. 67 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവ് ബീഗം ഹസ്രത്ത് മഹലാണ്. 68 1857 വിപ്ലവത്തിൽ ഫൈസാബാദിലെ നേതാവ് ആരായിരുന്നു? ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിലെ നേതാവ് മൗലവി അഹമ്മദുള്ളയാണ്. 69 1857 വിപ്ലവത്തിലെ ഝാൻസിയിലെ പ്രക്ഷോഭ നേതാവ് ആരായിരുന്നു? ആരാണ്? റാണി ലക്ഷ്മിഭായ് ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്. 70 1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു? ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. 71 പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികൻ ആരാണ്? ആരാണ്? മംഗൾ പാണ്ഡെയാണ്. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. 72 ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഏതാണ്? റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷനാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷനാണ്. 73 ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതാണ്? ഏതാണ്? തോട്ടം വ്യവസായമാണ്. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായമാണ് തോട്ടം വ്യവസായം. 74 ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരന്തം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ആരാണ്? വില്യം ബെൻഡിക്കിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു. ആര് പറഞ്ഞു? വില്യം ബെൻഡിക്കാണ് പറഞ്ഞത്. 75 ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം ഏതാണ്? ഏതാണ്? 19-ാം നൂറ്റാണ്ടാണ്. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ് 19-ാം നൂറ്റാണ്ട്. 76 കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? ഏതാണ്? 1812 കുറിച്യ കലാപം 1812. 77 കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ആരാണിത് പറഞ്ഞത്? കെ സുരേഷ് സിംഗ് ആണ്. 78 ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതാണ്? ഏതാണ്? കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. 79 സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? 1855 സാന്താൾ കലാപം നടക്കുന്നത്. 80 രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗം ഏതാണ്? ഏതാണ്? സാന്താൾമാരാണ്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾമാർ. 81 ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഏത് തരം വിളകൾ? ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. 82 വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. 83 നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഏതാണ്? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. 84 ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതാണ്? ഏതാണ്? ചോളമാണ്. ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ചോളം. 85 യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏത് വിളയാണ്? ഏതാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി. 86 ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. 87 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? എവിടെയാണ്? ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്.
88. ഇന്ത്യയിൽ പരുത്തി തുണിയുടെ ഉൽപ്പാദനം വൻതോതിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1854 1854 ഇന്ത്യയിൽ പരുത്തി തുണിയുടെ ഉൽപ്പാദനം വൻതോതിൽ ആരംഭിച്ചത്. 89. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? അഹമ്മദാബാദാണ്. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായിട്ടുള്ളത് അഹമ്മദാബാദാണ്. 90. പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കരിമ്പിൽ നിന്നാണ്. പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. 91. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 92. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. 93. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 94. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ തൈകൾ കൊണ്ടുവന്നത് ആരാണ്? സർ വില്യം ഹെൻറി ആണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ തൈകൾ കൊണ്ടുവന്നത് സർ വില്യം ഹെൻറി ആണ്. 95. റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. 96. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. 97. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. 98. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഝാറിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാറിയ. 99. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ചത് എവിടെയാണ്? ദിഗ്ബോയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ചത് ദിഗ്ബോയിലാണ്. 100. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. 101. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകമാണ്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. 102. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയമാണ്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. 103. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. 104. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. 105. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകൾ ഏതാണ്? ദേശീയ പാതകളാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകൾ ഏതാണ്? ദേശീയ പാതകളാണ്. 106. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകൾ ഏതാണ്? സംസ്ഥാന ഹൈവേകളാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. 107. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകൾ ഏതാണ്? ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ.
108 ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഏതാണ്? ഏതാണ്? ജില്ലാ റോഡുകളാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. 109 ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉള്ള 6 വരി പാത ഏതാണ്? ഏതാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ആണ്. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. 110 സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ആണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല വഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണ്. 111 ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഏതാണ്? ഇന്ത്യയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 112 ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഏതാണ്? 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. 113 കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്രയാണ്? എത്രയാണ്? 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം. കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്രയാണ്? 760 കിലോമീറ്റർ ആണ്. 114 കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റോഹ മുതൽ മംഗലാപുരം വരെയാണ്. റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. 115 ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ഏതാണ്? ജലഗതാഗതമാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. 116 ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ്? ഏതാണ്? 1986 ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊള്ളുന്നത്. 117 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? NW1 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. 118 NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1993 NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത്. 119 ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2016 മാർച്ച് 25 ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. 120 പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതി ഏതാണ്? ഏതാണ്? വിഴിഞ്ഞം പദ്ധതിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 121 ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് ആരാണ്? ആരാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യം. ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.